അവൻ്റെ തല്ലും വെള്ളമടിയും സഹിച്ച് ഞാൻ കൂടെ നിന്നു. എന്നെ പിന്നാലെ നടന്ന് വേട്ടയാടി. സൽമാനെതിരെ ഐശ്വര്യ. ബോളിവുഡിലെ എന്നത്തെയും ചർച്ചാ വിഷയങ്ങളിലൊന്നാണ് ഐശ്വര്യ റായും സൽമാൻ ഖാനും തമ്മിലുണ്ടായിരുന്ന പ്രണയം. സൽമാൻ ഖാനുമായുള്ള പ്രണയ തകർച്ചയ്ക്കും തുടർന്നുണ്ടായ വിവാദങ്ങൾക്കുമെല്ലാം ശേഷമാണ് ഐശ്വര്യ അഭിഷേക് ബച്ചനുമായി പ്രണയത്തിലാകുന്നതും അഭിഷേകിനെ വിവാഹം കഴിക്കുന്നതും. ഇരുവർക്കും ഒരു മകളുണ്ട്. എന്നാൽ ഇപ്പോഴും ഐശ്വര്യ സൽമാൻ പ്രണയകഥ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ആരാധകരുടെ പ്രിയപ്പെട്ട പ്രണയ ജോഡിയായിരുന്നു സൽമാനും ഐശ്വര്യയും. എന്നാൽ സൽമാൻ ഖാന്റെ നിരന്തരമായ മർദ്ദനവും പീഡനവും സഹിക്കാനാകാതെയാണ് ഐശ്വര്യ ആ പ്രണയബന്ധം അവസാനിപ്പിക്കുന്നത്. പിന്നീട് ഒരിക്കലും ഐശ്വര്യ സൽമാൻ ഖാനൊപ്പം അഭിനയിക്കുകയോ ഒരുമിച്ചൊരു വേദി പങ്കിടുകയോ പോലും ചെയ്തിട്ടില്ല. ഐശ്വര്യ വിവാഹം കഴിക്കുകയും അമ്മയാവുകയും ചെയ്തുവെങ്കിലും 58-ാം വയസ്സിലും സൽമാൻ ഖാൻ പക്ഷേ അവിവാഹിതനാണ്. നേരത്തെ ആപ്കി അദാലത്തിൽ അതിഥിയായി എത്തിയപ്പോൾ സൽമാൻ ഖാൻ ഐശ്വര്യയുമായി ഉണ്ടായിരുന്ന പ്രണയത്തെക്കുറിച്ചും ഐശ്വര്യ അഭിഷേകിനെ വിവാഹം കഴിച്ചതിനെക്കുറിച്ചുമൊക്കെ സംസാരിച്ചിരുന്നു. ഐശ്വര്യ ജീവിതത്തിൽ മുന്നോട്ടു പോയതിലും അഭിഷേകിനെ വിവാഹം കഴിച്ചതിലും തനിക്ക് സന്തോഷമുണ്ടെന്നായിരുന്നു സൽമാൻ ഖാൻ പറഞ്ഞത്. വർഷങ്ങൾ ഒരുപാട് കടന്നു പോയിരിക്കുന്നു. അവൾ മറ്റൊരാളുടെ ഭാര്യയാണ്. അവൾ അഭിഷേകിനെ വിവാഹം കഴിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അഭിഷേക് നല്ലൊരു വ്യക്തിയാണ്. നല്ലൊരു കുടുംബത്തിലേക്കാണ് അവളെ വിവാഹം കഴിച്ചത്. അവർ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. ഏതൊരു മുൻ കാമുകനും ആഗ്രഹിക്കുന്നത് തന്നെയാണിത് എന്നായിരുന്നു സൽമാൻ ഖാന്റെ പ്രതികരണം. അതേസമയം സൽമാൻ ഖാനുമായുള്ള പ്രണയബന്ധം അവസാനിപ്പിച്ചതിനെക്കുറിച്ച് 2002 ഐശ്വര്യ റായ് തുറന്നു പറഞ്ഞിരുന്നു. സൽമാൻ ഖാന്റെ ഭാഗത്തു നിന്നുണ്ടായ പീഡനങ്ങളാണ് താൻ പ്രണയം അവസാനിപ്പിക്കാനുണ്ടായ കാരണമെന്നാണ് ഐശ്വര്യ റായ് പറഞ്ഞത്. അവൻ്റെ മദ്യപാനശീലം ഏറ്റവും മോശം അവസ്ഥയിലെത്തിയപ്പോഴും എല്ലാം സഹിച്ചു ഞാൻ കൂടെ നിന്നു. പകരം എനിക്ക് കിട്ടിയത് ശാരീരികവും മാനസികവുമായ പീഡനവും അപമാനവുമാണ്. ഒന്നും സംഭവിക്കാത്തതുപോലെ ഞാൻ ജോലിക്ക് പോകുമായിരുന്നു. അവൻ്റെ കോളുകൾ എടുക്കാതെ വന്നപ്പോൾ സൽമാൻ എന്നെ പിന്തുടരുകയും സ്വയം മുറിവേൽപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ആത്മാഭിമാനമുള്ള ഏതൊരു സ്ത്രീയെയും പോലെ ഞാൻ അവനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചത് എന്നായിരുന്നു ഐശ്വര്യ റായ് പറഞ്ഞത്. ഇനിയൊരിക്കലും സൽമാൻ ഖാനൊപ്പം താൻ അഭിനയിക്കില്ലെന്ന് പത്രക്കുറിപ്പിലൂടെ മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തിരുന്നു. സൽമാനെതിരെ താരം പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും ആ സംഭവങ്ങളെല്ലാം ഇന്ന് കഴിഞ്ഞ കാലമാണ്. സൽമാൻ ഖാൻ പിന്നീട് കത്രീന കൈഫുമായി പ്രണയത്തിലായിരുന്നു. എന്നാൽ ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷം ഇരുവരും പിരിയുകയായിരുന്നു. കത്രീന പിന്നീട് വിക്കി കൗശലിനെ വിവാഹം കഴിച്ചു. അതേസമയം റിപ്പോർട്ടുകൾ പ്രകാരം ഐശ്വര്യ റായുടെയും അഭിഷേക് ബച്ചന്റെയും ദാമ്പത്യ ജീവിതം പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇരുവരും പിരിഞ്ഞുവെന്ന് ഐശ്വര്യ തൻ്റെ അമ്മയ്ക്കൊപ്പമാണ് ഇപ്പോൾ താമസിക്കുന്നതുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അഭിഷേകിന്റെ അമ്മ ജയയും സഹോദരിയും ശ്വേതയുമായുള്ള പ്രശ്നങ്ങളാണ് ദാമ്പത്യത്തെയും ബാധിച്ചതെന്ന് റിപ്പോർട്ടുകളുണ്ട്.